ഓക്കെ, ചോദിക്കട്ടെ. കരടിയിലുണ്ട്, കുതിരയിലില്ല. ഉഴുന്നിലുണ്ട്, ഉലുവയിലില്ല. ജനതയിലുണ്ട്, ജനങ്ങളിലില്ല. 3 അക്ഷരമുള്ള ഞാൻ ആര്? എന്നിട്ട് ജനങ്ങളിലില്ല. 3 അക്ഷരമുള്ള ഞാൻ ആരാണ്? അതെങ്ങനെ മനസ്സിലായി? ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം. മുള്ളുണ്ട്, മുരിക്കല്ല. ഇതറിയായിരിക്കും. കൊമ്പുണ്ട്, കുത്തില്ല. പാലുണ്ട്, പശുവല്ല. മുള്ളുണ്ട്, മുരിക്കല്ല. കൊമ്പുണ്ട്, കുത്തില്ല. പാലുണ്ട്, പശുവല്ല. നമ്മള് കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. മുള്ളുണ്ട്, പശു. എന്നെ തൊട്ടുകൂട്ടും പക്ഷെ സദ്യക്ക് എടുക്കില്ല. ശരിയാണല്ലോ. ഞാൻ ആരോ ഏട്ടാ. ഉണ്ടാക്കുന്നവൻ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്നവൻ അറിയുന്നില്ല. ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. അതായത് മറ്റേ ഇതില്ലടാ, ഇത് ഉള്ളപ്പോ അത് ഉപയോഗിക്കാറില്ല. കാല് പിടിക്കുന്നവനെ സംരക്ഷിക്കുന്നവൻ ആര്? കാല് പിടിക്കുന്നവനെ സംരക്ഷിക്കുന്നവൻ. കാല് പിടിക്കുന്നവനെ സംരക്ഷിക്കുന്നവൻ ആര്? ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ പഠിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പോ ടേബിൾ പഠിക്കാൻ കൊണ്ടുപോകും. എല്ലാം പ്രധാനമന്ത്രി പോലും പറയുന്നത് അനുസരിച്ച് തലകുനിച്ച് കൊടുക്കുന്നത് ആരുടെ മുന്നിലാണ്? അല്ല, അടുത്ത നിമിഷം ഭയങ്കരം തന്നെ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. തേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി. ഇംഗ്ലീഷിലെ അവസാനത്തെ അക്ഷരം എന്താ? ചുമരിന് പുറത്തുള്ള വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഉപകരണം ഏത്? ചുമരിന് പുറത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുന്ന ഉത്തരം. ജനല്.